വചനമൊഴി ജനുവരി 2. വചനഭാഗം റോമ 16, 17, 20, 25, 27. ലൂക്കായുടെ സുവിശേഷം 1, 39, 45. ഇന്നലെ ഈശോ എന്ന നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. ഇന്ന് തിരുസഭയിൽ ദൈവമാതൃത്വത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. മിശിഹായുടെ അമ്മയാകാൻ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ മനുഷ്യനായ ദൈവത്തിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം സ്ത്രീകളിൽ ഏറ്റവും മഹത്വപൂർണയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം പറയുന്നത് കർത്താവിൻ്റെ അമ്മ, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന 2 നിർവചനമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം ദൈവഹിതത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായി മാറുന്നു. ദൈവഹിതത്തോട് സഹകരിച്ച് വിശ്വസ്തതയിലും വിശുദ്ധിയിലും സമർപ്പണ മനോഭാവത്തിലും ഓരോ ക്രിസ്തു ശിഷ്യനും വളർന്നു വരണമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗവും പരിശുദ്ധ അമ്മയുടെ ജീവിതവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവിക രഹസ്യം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായിരുന്നു ഇസ്രായേൽ ജനത. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം അതിസ്വാഭാവികമായ വിധത്തിൽ തന്നെ വെളിപ്പെടുത്തുകയും ആ ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയാണ് മിശിഹായിലൂടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത്. ഏക കർത്താവും ദൈവവുമായ മിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട് മിശിഹായുടെ മഹത്വത്തോട് ചേർന്ന് ജീവിക്കുക, അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത വിളിയുടെ ലക്ഷ്യം. മിശിഹായുടെ നാമത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നത് മിശിഹായുടെ രക്ഷാകര പദ്ധതിയോട് ഏറ്റവും അടുത്ത് സഹകരിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിത സമർപ്പണത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിത സമർപ്പണത്തെ മാതൃകയാക്കുവാനും വിശ്വസ്തതയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.